ശബരിമലയിലെത്തുന്ന തീർത്ഥാടകർ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഇടമാണ് അനൗൺസ്മെന്റ് കേന്ദ്രം. കൂട്ടം തെറ്റിപ്പോകുന്നവരെ കണ്ടെത്താനും നഷ്ടപ്പെട്ട സാധനങ്ങൾ അന്വേഷിക്കാനും നൂറുകണക്കിന് ആളുകളാണ് എത്തുന്നത്. 2 പതിറ്റാണ്ടിലേറെയായി ശബരിമലയിൽ അനൗൺസ്മെന്റ് നടത്തുന്ന ജീവനക്കാർക്ക് ഇതൊരു ಪ್ರಾರ್ಥನೆ കൂടിയാണ്. ಶಬರಿಮಲ ಶ್ರೀ ಧರ್ಮಶಾಸ್ತ್ರ ದಿವ್ಯ ದರ್ಶನಕ್ಕಾಗಿ ಪವಿತ್ರವಾದ ಸುಕ್ಷೇತ್ರಕ್ಕೆ ಬಂದಿರುವ ಒಬ್ಬ ಅಯ್ಯಪ್ಪ ಭಕ್ತಾದಿಗಳು ಒಂದು ಮೊಬೈಲ್ ಫೋನ್ ಅನ್ನು ಕಳೆದುಕೊಂಡಿದ್ದು ಆ ಮೊಬೈಲ್ ಫೋನ್ ಈಗ ಸನ್ನಿಧಾನದ ಮಾಹಿತಿ ಕಚೇರಿಗೆ ಸಿಕ್ಕಿರುತ್ತದೆ. ശബരിമല സന്നിധാനം മുതൽ പമ്പ വരെ മുഴങ്ങിക്കേൾക്കുന്ന ശബ്ദങ്ങളിലൊന്നാണിത്. ಗುರುತು ಹೇಳಿ ಪಡೆದುಕೊಳ್ಳತಕ್ಕದ್ದು. കർണാടക ചിക്കമംഗളൂർ സ്വദേശിയായ MM കുമാർ മലയാളം, കന്നഡ, തമിഴ്, തെലുങ്ക്, ഹിന്ദി, ഇംഗ്ലീഷ് എന്നിങ്ങനെ 6 ഭാഷകൾ അറിയാം. നാട്ടിൽ പഞ്ചായത്ത് മെമ്പറായ കുമാർ എല്ലാ മണ്ഡലകാലത്തും മുഴുവൻ നേരവും ശബരിമലയിലുണ്ടാകും. 25 വർഷമായി ശബരിമലയിൽ അനൗൺസ്മെന്റ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ആ ബന്ധുക്കൾക്ക് നമ്മൾ പറയുന്നത് ടച്ചായിട്ട് അവർ ഈ പ്ലേസ് തിരഞ്ഞുകൊണ്ട് വന്നിട്ട് അവർ അമ്മ മിസ്സായ, അച്ഛൻ മിസ്സായ അവരെ കണ്ടുപിടിക്കുമ്പോൾ അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു സന്തോഷം അയ്യപ്പനൊക്കെ ആയിട്ടുണ്ടെന്ന് നമ്മൾ ഒരു വിചാരിച്ചിട്ട് സേവനം ചെയ്യണത്. തമിഴ്നാട് സ്വദേശിയായ അച്ഛൻ, അമ്മ മലയാളി, ജനിച്ചതും വളർന്നതും കർണാടകയിൽ. ഹിന്ദിയും ഇംഗ്ലീഷും സ്കൂളിൽ നിന്ന് തന്നെ പഠിച്ചു. തെലുങ്ക് കുമാർ പിന്നീട് പഠിച്ചെടുത്തതാണ്. ദർശനത്തിற்கு വന്ന ഏതോ ഒരു അയ്യപ്പ ഭക്തരിൻ മൊബൈൽ ഫോൺ ഒന്ന് കണ്ടെടുക്കപ്പെട്ടുള്ളത്. കന്യാകുമാരി തക്കല സ്വദേശിയായ നരസിംഹമൂർത്തിയുടെ അനൗൺസ്മെന്റ് തമിഴിലാണ്. തമിഴ്നാട് ട്രാൻസ്പോർട്ട് വകുപ്പിൽ ഇൻസ്പെക്ടറായി ജോലി ചെയ്തിരുന്നു നേരത്തെ. വർഷങ്ങളായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ദേവസ്വം ബോർഡായിട്ട് ഡയറക്റ്റായിട്ട് ബന്ധപ്പെട്ട് പബ്ലിസിറ്റി ഓഫീസിൽ ഈ കൊല്ലം തമിഴ് അനൗൺസറായിട്ട് ഇവിടെ എത്തി. നല്ല ഒരു 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 സേവനം എന്നുള്ള രീതിയിൽ ഐ ആം ഫുൾ സാറ്റിസ്ഫൈഡ്. എടപ്പാളിൽ നിന്നും ദർശനത്തിന് വന്ന ബാബു സ്വാമി കൂടം പിരിഞ്ഞ് സന്നിധാനം പബ്ലിസിറ്റി ഓഫീസിൽ നിൽക്കുന്നു. കൂടെ വന്ന സജീവ്, ദിലീപ്, മറ്റുള്ള സ്വാമിമാർ സന്നിധാനം പബ്ലിസിറ്റി ഓഫീസിൽ എത്തുക. പത്തനംതിട്ട കോടഞ്ചേരി സ്വദേശിയായ AP ഗോപാലകൃഷ്ണൻ നായരുടെ ശബ്ദം സന്നിധാനത്ത് മുഴങ്ങിക്കേൾക്കാൻ തുടങ്ങിയിട്ട് 2.5 പതിറ്റാണ്ടായി. അനൗൺസ്മെന്റ് പ്രൊഫഷനാക്കിയ ആളാണ് ഗോപാലകൃഷ്ണൻ നായർ. ഇവിടെ ഒരു മതമൈത്രിയുടെ സംഗമ ഭൂമി എന്ന് അവതരിപ്പിക്കുന്നത് ഞാനാണ്. അയ്യപ്പൻ്റെ ഉച്ചതോടനായ ബാബരയെ കണ്ടുപടങ്ങി സാഹോദര്യത്തിൻ്റെ സുഗന്ധമാണ് ഇവിടെ. അങ്ങനെയാണ് നമ്മളിവിടെ മതമൈത്രിയുടെ സംഗമ ഭൂമിയാക്കി മാറ്റി. രാവിലെ 3 മണിക്ക് നട തുറക്കുന്നത് മുതൽ 11 മണിക്ക് നടയടക്കുന്നത് വരെ 3 പേരും നടപ്പന്തലിനടുത്തുള്ള അനൗൺസ്മെന്റ് കേന്ദ്രത്തിലുണ്ടാകും. തിരക്കിൽ കാണാതാകുന്നവരെ കണ്ടെത്തുന്ന ഉറ്റവരുടെ സന്തോഷമാണ് ഇവരുടെ പ്രചോദനം. വീഡിയോ ജേർണലിസ്റ്റ് ജിബേഷിനൊപ്പം റിപ്പോർട്ടർ അർജുൻ മട്ടന്നൂർ, ഇൻ റിപ്പോർട്ടർ, സന്നിധാനം.